بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളൊരു വിഷയത്തിന്റെ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും അവന്റെ പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയാൽ നമുക്ക് എല്ലാം കിട്ടി. ദുനിയാവും തൃപ്തിയായി, ആഖിറവും തൃപ്തിയായി. അള്ളാഹു നമ്മെ തൃപ്തിപ്പെടാനും നമുക്ക് അള്ളാഹുവിനെ തൃപ്തിയാവാനും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഖുർആനിന്റെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. മഹാന്മാരായ സ്വഹാബികളെ കുറിച്ച് പറയുന്നിടത്താണ് ആ പ്രയോഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂറത്ത് തൗബയിലാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻ എന്നാണ് ആ പ്രയോഗം. അള്ളാഹുവിന് മഹാന്മാരായ സ്വഹാബികളെ അങ്ങോട്ട് തൃപ്തിയും അള്ളാഹുവിനെ അവർക്കും തൃപ്തിയായിരുന്നു. ഈ ഒരു അവസ്ഥ സത്യവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മധുരമാണ് എന്നതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ പറ്റിയ ഒരു വലിയ സേവനത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നത് കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പഠിപ്പിക്കുന്നു, റിളർ റബ്ബി ഫി റിളൽ വാലിദി വസുഖ്തുർ റബ്ബി ഫി സുഖ്തിൽ വാലിദ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പൊരുത്തം എവിടെ എന്ന് ചോദിച്ചാൽ, നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നിന്നോട് പൊരുത്തം ഉണ്ടോ, എന്നാൽ അവിടെ അള്ളാഹിന്റെ പൊരുത്തം നിനക്ക് ഉണ്ട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കോപം എവിടെ? നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് കോപമാണോ, വെറുപ്പാണോ, ദേഷ്യമാണോ, എന്നാൽ അള്ളാഹുവിനും നിന്നോട് അങ്ങനെ തന്നെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പൊരുത്തവും മാതാപിതാക്കളുടെ പൊരുത്തവും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ഹദീസ് കാണാം. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ നബി ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് മാ ഹഖുൽ വാലിദൈനി അലാ വലദിഹിമാ. ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബേ, മാ ഹഖുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ട കടമകൾ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ആ കടമകൾ പറയുന്നതിന് പകരം കടമ നിർവഹിക്കുന്നതിൽ പരിപൂർണത ഉണ്ടായാൽ, കടമ നിർവഹിക്കുന്നതിൽ വിജയം ഉണ്ടായാൽ സംഭവിക്കുന്ന കാര്യത്തെയും കടമ നിർവഹിക്കാതെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെയുമാണ് ഉത്തരമായി പറഞ്ഞത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, മാതാപിതാക്കളോടുള്ള കടമകൾ എന്ത്? മക്കൾ എന്തൊക്കെ കടമകൾ ചെയ്തു കൊടുക്കണം? സ്വഹാബിയുടെ ചോദ്യാണിത്. ഉത്തരം കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഹുമാ ജന്നതുക വഹുമാ നാറുക, ഹുമാ ജന്നതുക വനാറുക, നിന്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ് നിന്റെ സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വർഗം നമ്മുടെ വാപ്പായുമായ, നമ്മുടെ നരകവും അവര് തന്നെയാ. എന്താണ് ഹക്ക് എന്ന് ചോദിച്ചതിന്റെ മറുപടി അത്. ഒരു കുട്ടി, ഒരു മകൻ, മകള് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഹക്ക് എന്ത് എന്ന ചോദ്യത്തിന്റെ മറുപടി, നിന്റെ സ്വർഗവും അവരാണ്, നിന്റെ നരകവും അവരാണെന്ന്. അപ്പൊ ഹക്ക് നിർവഹിക്കുന്നിടത്ത് സ്വർഗവും നരകവും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനി കണ്ടോളൂ, ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്.
عن ابن عباس رضي الله عنهما قال رسول الله صلى الله عليه وسلم من أصبح مطيعا في والديه أصبح له بابان مفتوحان من الجنة وإن كان واحدا فواحدا. റസൂൽ പറയാ, രാവിലെ തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റും നമുക്ക്. രാവിലെ നമ്മുടെ സ്വർഗത്തിന്റെ നമുക്ക് കയറാനുള്ള വാതിൽ നമുക്ക് തുറന്നിടാൻ പറ്റും. എപ്പോഴാണത്? ഹബീബ് പഠിപ്പിക്കുന്നു, ആരെങ്കിലും പ്രഭാതം മുതൽക്ക് മാതാവിനെയും പിതാവിനെയും അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യത്തിൽ വഴിപ്പെടുകയാണ് എങ്കിൽ, മാതാവിനെയും പിതാവിനെയും വഴിപ്പെടുന്നുവെങ്കിൽ അവിടെ രണ്ടു പേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ 2 വാതിൽ സ്വർഗത്തിൽ നിന്ന് തുറന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വാപ്പ മാത്രമേ ഉള്ളൂ, വാപ്പ പറഞ്ഞത് മാത്രമേ ഇപ്പൊ ചെയ്യുന്നത്, എന്നാൽ 1 വാതിൽ തുറക്കും. അതുപോലെ തന്നെ നരകത്തിന്റെ വാതിൽ തുറക്കും. എപ്പോഴാ? മാതാപിതാക്കൾ പറഞ്ഞ കാര്യം അനുസരിച്ചില്ല. പറഞ്ഞ കാര്യം അള്ളാഹ്ക്ക് പൊരുത്തക്കേടുള്ളതൊന്നുമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹ്ക്ക് എതിര് ചെയ്യാൻ പറയുന്ന കാര്യത്തിൽ അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് എതിര് അല്ലാത്ത കാര്യം പറഞ്ഞു, അതനുസരിച്ചില്ല എങ്കിൽ, വാപ്പയും ഉമ്മയും ആ അഭിപ്രായക്കാരാണെങ്കിൽ അതനുസരിക്കാത്ത മകന്റെ നേരെ നരകത്തിന്റെ 2 കവാടം തുറക്കും. ഏതെങ്കിലും ഒരാളോടാണ് എതിർപ്പ് എങ്കിൽ അവിടെ നരകത്തിന്റെ 1 കവാടേ തുറക്കും. ഇത് നമുക്ക് ഹദീസിൽ കാണാവുന്ന കാര്യമാണ്. ഇതിങ്ങനെ പറഞ്ഞതോടുകൂടി ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വാപ്പയും ഉമ്മയും മകനെ അല്ലെങ്കിൽ മകളെ അക്രമം ചെയ്തതിന്റെ പേരിലാണ് അനുസരിക്കാതിരുന്നത്, ആ ഒരു വാശി തീർത്തു വാപ്പാനോട്. വാപ്പ ഉപദ്രവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, വാപ്പ അക്രമം ചെയ്തതിന്റെ വാശി തീർക്കലല്ല ഇവിടെ വേണ്ടത്. 3 വട്ടം പറഞ്ഞു. വാപ്പയും ഉമ്മയും അവനോട് അക്രമം ചെയ്താലും ശരി, വാപ്പയും ഉമ്മയും എത്ര വേദനിപ്പിച്ചാലും ശരി, വാപ്പയും ഉമ്മയും എത്ര പ്രയാസപ്പെടുത്തിയാലും ശരി, മക്കളെ അനുസരിക്കൽ നിർബന്ധമാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിർത്താനും അവർക്ക് സേവനം ചെയ്യാനും മതത്തിന്റെ പരിമിതി പോലും പറഞ്ഞിട്ടില്ല ഖുർആൻ. മതത്തിന് പുറത്താണ് മാതാവും പിതാവും എങ്കിൽ പോലും മതം നിന്നോട് പറഞ്ഞത് നീ നന്നായി നോക്കണമെന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം സൂറത്തുൽ ലുഖ്മാന്റെ 14-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ ഓതിയത്. 15 ഓതാനുണ്ട്. അള്ളാഹു മനുഷ്യവർഗത്തോട് റബ്ബിന്റെ വസിയത്ത് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വസിയത്ത് സാധാ പ്രഖ്യാപനമല്ല. വസിയത്ത് മുഖേന ഒരു അറിയിപ്പ് കൊടുത്താൽ അതിന് ഗൗരവം കൂടുതലാണ്. വസിയത്ത് അവസാന സമയത്ത് ഒരാൾ മരിക്കാൻ നേരത്ത് പറയുന്ന കാര്യങ്ങൾക്ക് വസിയത്ത് എന്ന് പറയാം. മരിക്കാൻ നേരം എന്റെ വാപ്പ പറഞ്ഞ കാര്യം അങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കാറുണ്ട് പല കാര്യത്തെയും. ആ കാര്യത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അത് വാപ്പ വെറുതെ ഇരുന്നപ്പോ പറഞ്ഞതല്ല, മരിക്കാൻ നേരം പറഞ്ഞതാ. വസിയത്ത് പ്രാധാന്യത്തിൽ അള്ളാഹു പറയുന്നു. ആരോട് പറയുന്നു? അൽ ഇൻസാൻ, മനുഷ്യവർഗത്തോട് മുഴുവനും. മതം പോലുമില്ല, മനുഷ്യനാണ് മനുഷ്യവർഗത്തോട് മുഴുവനും രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്. ബിവാലിദൈഹി, വാപ്പയെയും ഉമ്മയെയും നീ സംരക്ഷിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. വാപ്പയെയും ഉമ്മയെയും നീ സേവനം ചെയ്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തണം. വാപ്പയെയും ഉമ്മയെയും പറഞ്ഞിട്ട് പ്രത്യേകം എടുത്ത് പറയാണ് ഉമ്മ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച്. ഉമ്മയുടെ ഗർഭാവസ്ഥയും പ്രസവം, പാലൂട്ടൽ തുടങ്ങി
പരിപാലനത്തിന്റെ ഉമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം, ആയുസ്സിൽ ഏറ്റവും പ്രധാന ഘട്ടം ഉമ്മയുടെ മടിത്തട്ടിൽ മാത്രം കഴിഞ്ഞുകൂടിയ ആ കാലം, അതേ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ പിന്നെ പിതാവിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഉമ്മയെക്കുറിച്ച് ഒരു കുട്ടിയും കാണാത്ത സേവനങ്ങൾ, കണ്ടോർത്തെടുക്കാൻ കഴിയാത്ത സേവനങ്ങൾ ഖുർആൻ കാണിച്ചു കൊടുക്കാം. ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്നു. നിന്റെ ശൈശവത്തിൽ, നീ പാല് കുടിക്കുന്ന പ്രായത്തിൽ, നിന്റെ ജനനത്തിന് മുന്നേ നീ ഉമ്മയുടെ ഉദരത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മ സഹിച്ചതും ഉമ്മ ക്ഷമിച്ചതും ഒക്കെ ഒരു ചിത്രം പോലെ അള്ളാഹു വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ, അവരെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീൻ അത്രത്തോളം കടന്നു പറയുന്നു. ഇനി അടുത്ത ആയത്ത് നോക്കിക്കോ. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അള്ളാഹു പറയുന്നു, റബ്ബിനോട് എതിര് ചെയ്യാൻ അവർ നിങ്ങളോട് കൽപ്പിച്ചാൽ അതിൽ നിങ്ങൾ അവർക്ക് അനുസരിക്കേണ്ടതില്ല. അതല്ലാത്തതിലൊക്കെ ശർഇന് വിരുദ്ധമല്ലാത്തെല്ലാം അനുസരിക്കണം. മാത്രവുമല്ല, നിന്നെ അവർ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ പോലും അവരോട് ദുനിയാവിൽ മാന്യമായി മറ്റെല്ലാ കാര്യങ്ങളിലും അതിലനുസരണ വേണ്ടെന്ന് വെച്ച് ബാക്കി എല്ലാത്തിലും അവരനുസരിക്കുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം. മാന്യമായി അമുസ്ലിമായ മാതാപിതാക്കളോട് പോലും അങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത്രത്തോളം നമ്മുടെ മതപരമായ കാഴ്ചപ്പാട് മാതാപിതാക്കളുടെ വിഷയത്തിൽ വല്ലാതെ ഇടപെടുകയാണ്. സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഹറുമത് ഫഉത്ഇമുഹാ ബിയദി വഅസ്ഖീഹാ വഉവല്ലിഉഹാ വഅഹ്മിലുഹാ അലാ തിഖി ഫഹൽ ജാസൈതുഹാ ഹഖഹാ. സൂറത്തുൽ ലുഖ്മാന്റെ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ ഇതിലകപ്പെടുത്തുന്നത് കാണാം. സ്വഹാബി വന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രായമുണ്ട് നബിയെ. ഫൗതുഇമുഹാ, ഞാനാണ് അവർക്ക് എന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി വെച്ചു കൊടുക്ക, ഞാനാണ് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്ക, ഞാനാണ് അവരെ ശുദ്ധീകരിക്ക, അവർക്ക് വായ കഴുകി കൊടുക്ക, ഉളൂ ചെയ്തു കൊടുക്ക. ഞാൻ എവിടെ പോയാലും എന്റെ ഉമ്മാനെ ഞാൻ തനിച്ചാക്കിയിട്ട് പോവാറില്ല നബിയെ. എന്റെ ചുമലിൽ എന്റെ ഉമ്മയുണ്ടാകും നബിയെ. ഞാൻ അവരോട് ചെയ്യേണ്ട ഹക്കുകൾ വീട്ടിയോ നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ വലാ വാഹിദം മിആ, 100-1 പോലും നീ ഉമ്മയോടുള്ള ഹക്ക് വീട്ടിയിട്ടില്ല മോനെ. വലിമയാ റസൂലല്ലാഹ്, നബിയെ എന്റെ ഉമ്മയോടുള്ള ഹക്ക് ഞാൻ 100-1 വീട്ടിയില്ല എന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. കാരണമൊന്ന് കേട്ടാലും നബിയെ, കാരണമൊന്ന് കേൾക്കട്ടെ നബിയെ, ഒന്ന് പറഞ്ഞാലും. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായിട്ടും നിന്റെ ഉമ്മ നിനക്ക് ഖിദ്മത്ത് ചെയ്ത ആ കാലമുണ്ടല്ലോ, നിന്റെ ദുർബലതയുടെ കാലത്ത് അവരുടെ പ്രതീക്ഷ നിന്റെ ആരോഗ്യവും നിന്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നല്ല അവസരങ്ങളെയും കാത്തിരുന്നു കൊണ്ടാണ് എങ്കിൽ, ഇപ്പോൾ നീ ദുർബലമായ ഉമ്മയെ ആണ് നീ സംരക്ഷിക്കുന്നതെങ്കിൽ പോലും നിന്റെ മുന്നിൽ അവർ ആരോഗ്യത്തോടെ വരുമെന്ന പ്രതീക്ഷയല്ലല്ലോ, അവർ മരിക്കുന്നവരെ എന്ന ഒരു ചിന്തയുണ്ടല്ലോ. ഈ 2 ചിന്താഗതികൾ 2 തലങ്ങളാ. ഈ 2 ചിന്താഗതികൾ 2 അർത്ഥങ്ങളാ. അതുകൊണ്ട് ഒരിക്കലും നിന്നെ നിന്റെ ഉമ്മ വളർത്തിയതിനോട് ഇത് തുല്യത കിടപിടിക്കില്ല, ഇത് അതിനോട് തുല്യമാവില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരാം. വമൻ സാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമഅത്തിൻ കാന ബാറ. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കർമ്മം, നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. മരിച്ചുപോയ വാപ്പാക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റോ?
മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഖിദ്മ ചെയ്യാൻ കഴിയില്ല. എന്നാൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിനക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുത്തവൻ എന്ന പരിഗണന ഉണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെയാണത്. സ്ത്രീകള് സാധാരണ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകൽ കറാഹത്താണ്. അതിനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞതല്ല, പ്രത്യേകിച്ച് പുരുഷന്മാർ അതിനായി നിങ്ങൾ പറഞ്ഞയക്കണം എന്നതാണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വെള്ളിയാഴ്ചയില് മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മനുഷ്യൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കണ്ടോളൂ, മഹാന്മാരിൽ മഹാനായ സയ്യിദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. എന്താണ് പറഞ്ഞത്? മൻ സല്ല സ്വലവാത്തിൽ ഖംസ ഫഖദ് ശക്കറല്ലാഹ് വമൻ ദആ ലിവാലിദൈഹി ഫി അദ്ബാരി സ്വലവാത്തിൽ ഖംസി ഫഖദ് ശക്കറ വാലിദൈഹി. ആരെങ്കിലും 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്തവനായി. അങ്ങനെയാണല്ലോ, അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യ്, റബ്ബിനെ വഴിപ്പെട്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹിനെ വഴിപ്പെടണമെങ്കിൽ, അള്ളാഹുവിനെ വഴിപ്പെടണമെങ്കിൽ 5 വഖത്ത് നിസ്കാരത്തെ കൃത്യമായി നിർവഹിച്ചാൽ റബ്ബിനോടുള്ള വഴിപ്പാട് പൂർണ്ണമായി, അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം പൂർണ്ണമായി. എന്നാൽ 5 വഖത്ത് നിസ്കരിക്കുന്നതിന്റെ കൂടെ നിസ്കാരശേഷം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്നവരാവാം മരിച്ചുപോയവരാവാം, മാതാപിതാക്കൾക്ക് വേണ്ടി ഓരോ 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷവും ദുആ എന്നാൽ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തവൻ എന്ന പരിഗണന അള്ളാഹു നൽകുമെന്ന് ആരെങ്കിലുമല്ല പറഞ്ഞത്. സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന മഹാനായ സൂഫിയും താബിഈങ്ങളിൽ നിന്നും ഇൽമു പഠിച്ച മഹാനുമാണ് സുഫിയാൻ ഇബ്നു ഉയൈന. ഹിജറയുടെ 107-ാമത്തെ വർഷം കൂഫയിൽ ജനിച്ച് 91 വയസ്സ് ജീവിച്ച് ഹിജറയുടെ 198-ാമത്തെ വർഷം മക്കയിൽ വഫാത്തായ മഹാൻ 10-ാം വയസ്സിൽ ഖുർആൻ ഹാഫിളായി, ലക്ഷക്കണക്കിന് ഹദീസ് ഹാഫിളായിട്ടുള്ള 4000 സ്വഹാബികൾ ദീൻ ദഅവത്ത് ചെയ്ത കൂഫയിൽ ജനിച്ചു വളർന്ന മഹാന്മാരായ താബിഈങ്ങളിൽ നിന്നും നേരിട്ട് ഇൽമു പഠിച്ച സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് ഇത് പറഞ്ഞത്. 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ 5 വഖത്തിലെ നിസ്കാരത്തിന്റെ കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും അള്ളാഹുവിനോടുള്ള നന്ദിയായി റബ്ബ് സ്വീകരിക്കുന്ന പോലെ ആ 5 നിസ്കാരത്തിന്റെ ശേഷവും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുക എന്നത് മാതാപിതാക്കളോട് നന്ദിയുള്ള മകനായിരുന്നു മകളായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ കാരണമാകും എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ മഹാനെ കുറിച്ച് പറഞ്ഞത്, ഹിജാസിൽ നിന്നുള്ള സർവ്വ ഇൽമും ലോകത്തിന് കിട്ടിയത് സുഫിയാൻ ഇബ്നു ഉയൈനയും എന്റെ പ്രിയ ഗുരുനാഥൻ മഹാനായ മാലിക് ഇമാമുമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ സുഫിയാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്ന ഒരു സംഭവം, അള്ളാഹുവിന്റെ സംഭാഷണം ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്. മുകാശഫയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, എനിക്ക് വഴിപ്പെടാതെ മാതാപിതാക്കൾക്ക് വഴിപ്പെട്ട കാര്യം എനിക്ക് പൊരുത്തമുള്ള കാര്യമാണ്, പക്ഷെ എനിക്ക് അവൻ വഴിപ്പെട്ടില്ല, എന്നാലും അവനെ ഞാൻ നല്ലവനായി തന്നെ കണക്കാക്കും മൂസാ നബിയെ എന്ന് അള്ളാഹു പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം മാതാപിതാക്കൾ നമ്മുടെ എല്ലാ നന്മകളിലും ഇടപെടുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, മാ അലാ അഹദിൻ ഇദാ അറാദ അൻ യതസദ്ദഖ ബിസദഖത്തിൻ അൻ യജഅലഹാ ലിവാലിദൈഹി ഇദാ കാനാ മുസ്ലിമൈനി ഫയകൂനു ലിവാലിദൈഹി അജ്റുഹാ വയകൂനു ലഹു
മിസ്ലു ഉജൂരിഹിമാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിമാ ശൈ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വതക്ക ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്വതക്ക. ഒരു ഉദാഹരണം പറയാം, നമ്മൾ പള്ളിയിൽ മാസവരി കൊടുക്കാറുണ്ട്. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അത് കൂലി കിട്ടുന്ന കാര്യമാണെന്ന്? അത് സെക്രട്ടറി നമ്മളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കി വിടുന്ന ഏതെങ്കിലും ഒരു ഇടപാടാണത്? അല്ല, നമുക്ക് കൂലി കിട്ടും. ഈ പള്ളിയിലെ വരിസംഖ്യ കൊടുക്കുന്നത് എന്റെ വാപ്പാടെ പേർക്ക് ഹദിയ എന്ന രീതിയിൽ നമുക്ക് ഹദിയ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് നിവേദനം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ വലദിൻ ബാരിൻ യൻദുറു ഇലാ വാലിദൈഹി നളറത റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജതൻ മബ്റൂറതൻ ഖാലൂ വഇൻ നളറ കുല്ല യൗമിൻ മിഅത മറ. ഹബീബ് പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു മകൻ, അല്ലാതെ ഏതെങ്കിലും മക്കളല്ല, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു മകൻ, അവരെ വിഷമിപ്പിക്കുന്നില്ല, അവർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കുന്ന, അവരുടെ പിന്നാലെ കൂടിയ ഖാദിമായ ഒരു മകൻ, ഒരു മകള് യൻദുറു ഇലാ വാലിദൈഹി നളറത റഹ്മ, ഉമ്മാനെ കണ്ടപ്പോ ഒന്ന് നോക്കി നിന്നു, വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ നോട്ടം നോക്കിയാൽ ഒരൊറ്റ നോട്ടത്തിന് അല്ലാഹു കൊടുക്കുന്ന കൂലി ബികുല്ലി നളറത്തിൻ ഹജ്ജതൻ മബ്റൂറ, ഒറ്റ നോട്ടം കൊണ്ട് ഒരു ഹജ്ജ് മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു നൽകും. അപ്പൊ സഹാബി ചോദിച്ചു, നബിയേ ഒരാൾ ഒരു ദിവസം നോക്കാൻ തന്നെ മെനക്കെട്ട് ഉമ്മാനെ കണ്ടപ്പോ സ്നേഹത്തിന്റെ നോട്ടം ഒരു ദിവസം 100 നോക്കിയാൽ, 100 വട്ടം നോക്കിയാൽ 100 ഹജ്ജിന്റെ കൂലി കിട്ടുമോ നബിയെ? ഖാല നഅം, അല്ലാഹു അക്ബർ വഅതിയബ്, അല്ലാഹു വലിയവനല്ലേ, അല്ലാഹു കൂലി കൊടുക്കും, അല്ലാഹു മഹാനല്ലേ, അല്ലാഹു അത് പരിഗണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം 100 ഹജ്ജ് ചെയ്യാം, വെള്ളിയാഴ്ച ദിവസം 100 ഹജ്ജ് ചെയ്യാം. എങ്ങനെ? വെള്ളിയാഴ്ച ദിവസം നമ്മൾ മാതാപിതാക്കളുടെ ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ ഖബർ സിയാറത്ത് അവർക്ക് ഗുണം ചെയ്തോടത്ത് നമ്മെ എത്തിക്കും. എന്നാൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ നന്മകൾ പൂത്തുലയട്ടെ. നമ്മൾ അതിനായി ഒരു സമയം കണ്ടെത്താ, നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താ. ഏത് നന്മ? മാതാപിതാക്കളെ നോക്കിയിരിക്കൽ പോലും പുണ്യമാണെന്ന് മുഹമ്മദ് റസൂൽ. ഒരൊറ്റ നോട്ടത്തിന് ഒരു ഹജ്ജിന്റെ കൂലിയാണ്. എന്നാൽ 100 ഞങ്ങൾ നോക്കിയാൽ 100 ഹജ്ജിന്റെ കൂലി കിട്ടുമോ? കിട്ടും സ്വഹാബികളെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റളിയല്ലാഹു അൻഹുമാ, ഒരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ട, എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ എവിടെയാ കാണിക്കേണ്ടത് നബിയെ? മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബത്തി, ഞാൻ ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത് ആരുടെ അടുത്താണ് നബിയെ? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ എല്ലാ നന്മയും ഞാൻ ചെയ്യേണ്ടത് എവിടെയാ? നിന്റെ ഉമ്മയോട്. ചോദ്യം ആവർത്തിച്ചു, മറുപടിയും ആവർത്തിച്ചു, പിന്നെയും ചോദ്യം ആവർത്തിച്ചു, മറുപടി ആവർത്തിച്ചു. 3 പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞ് 4മതും സഹാബി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. 4മത് പറഞ്ഞു നിന്റെ വാപ്പ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മാതാപിതാക്കൾ മരിച്ചുപോയാലോ? മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും സ്വതക്കകൾ കൊണ്ടും അവരിലേക്ക് എത്തുന്ന കുടുംബ ബന്ധങ്ങളെ ചേർത്തുകൊണ്ടും അവരുടെ കൂട്ടുകാരെ കണ്ട് അവരുമായുള്ള ബന്ധം പുലർത്തിക്കൊണ്ടും ഒക്കെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യാവുന്നതാണ്. പലപ്പോഴും ആ ഹദീസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട് നിവേദനം, ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയമൂതു വാലിദാഹു വഹദുഹുമാ വഇന്നഹു ലഹുമാ ലആഖ് فلا يزال يدعو لهما ويستغفر لهما حتى يكتبه الله بارا. ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, ജീവിച്ചിരുന്ന വാപ്പാനെ ഇത്തിരി വിഷമിപ്പിച്ച മോനാണ്, ജീവിച്ചിരുന്ന ഉമ്മാനെ കുറച്ച് വിഷമിപ്പിച്ച മോളാണ്. വാപ്പയും ഉമ്മയും മരിച്ചാൽ ആരാണോ നമ്മളാൽ വിഷമിച്ചത്, ആ വാപ്പയോ അല്ലെങ്കിൽ ആ ഉമ്മയോ മരിച്ചിട്ടുണ്ടെങ്കിൽ
മക്കളെ നിങ്ങൾ വിഷമിക്കല്ലേ, കരഞ്ഞ് കരഞ്ഞ് എപ്പോഴും വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യ്, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യ്. എന്നാൽ ആ മരിച്ചുപോയ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പിന്നെയും പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും ചീത്ത വിളിക്കൽ വൻ പാപത്തിൽപ്പെട്ടതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈഹി, സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും ചീത്തയും തെറിയും വിളിക്കൽ വൻ പാപമാണ്. സ്വഹാബികൾക്ക് ഇത് വലിയ പരിചയമുള്ള തെറ്റൊന്നുമല്ല, അവർക്ക് ഈ തെറ്റ് വല്ലാതെ പരിചയമില്ല. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹൽ യസ്തുമു റജുലു വാലിദൈഹി, ഏതെങ്കിലും മനുഷ്യൻ സ്വന്തം വാപ്പാനെ ചീത്ത പറയോ നബിയെ? ഖാല നഅം, പറയും. അതെങ്ങനെ? യസുബ്ബു അബർറജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. നമ്മൾ മറ്റൊരാളുടെ വാപ്പാനെ പറഞ്ഞാൽ അവൻ നമ്മുടെ വാപ്പാനെ പറയോ? അപ്പൊ മറ്റൊരാളുടെ വാപ്പാനെ പറയല് സ്വന്തം വാപ്പാനെ പറയലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പാപവും അല്ലാഹു പൊറുക്കും. മാതാപിതാക്കളോട് വിഷമത്തിൽ അവരെ വിഷമിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ ആ പാപം അല്ലാഹു പൊറുക്കൂല. മാത്രമല്ല, അവരുടെ പൊരുത്തം കിട്ടാത്തോടത്തോളം കാലം ആ പാപത്തിന്റെ ശിക്ഷ ഈ ദുനിയാവിന് തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു യുഅജ്ജിലു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബല അൽ മമാത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മുടെയും മക്കൾക്ക് നമ്മെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് ഖിദ്മ ചെയ്യാനും ഒക്കെ അല്ലാഹു തോന്നിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ സന്തോഷങ്ങളും നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.